സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5 ഇംഗ്ലീഷിൻ്റെ ഹൂ വിൽ ബി നിങ്തോ എന്ന് പറയുന്ന ലെസണാണ്. ആരാണ് രാജാവാകുന്നത്? എ കിങ് ഈസ് കോൾഡ് നിങ്തോ ആൻഡ് ക്യൂൻ ഈസ് കോൾഡ് ലീമ ഇൻ മണിപ്പൂരി. ദിസ് ഈസ് എ സ്റ്റോറി ഫ്രം മണിപ്പൂർ എബൌട്ട് ദ ക്വാളിറ്റീസ് മേക്ക് എ ഗുഡ് റൂളർ. നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത് ഒരു ഗുഡ് റൂളറിന്, ഒരു നല്ല ഭരണാധികാരിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ്. ഇത് എവിടെ നടന്ന ഒരു കഥയാണെന്നറിയാമോ? ഇത് മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നതാണ്. മണിപ്പൂരിലെ ഭാഷയാണ് മണിപ്പൂരി. അപ്പം മണിപ്പൂരിയിൽ നിങ്തോ എന്നും ലീമ എന്നും പറഞ്ഞാൽ, നിങ്തോ എന്ന് പറഞ്ഞാൽ കിങ് എന്നും ലീമ എന്ന് പറഞ്ഞാൽ ക്യൂൻ എന്നുമാണ് അർത്ഥം. അപ്പോൾ അവിടെ കിങ്ങിൻ്റെയും ഒരു ക്യൂനിൻ്റെയും കഥയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലെസണിലേക്ക് പോവാം. ലോങ് ലോങ് എഗോ ഇൻ എ ലാൻഡ് ഓഫ് കാംഗ്ലിപാക് ഇൻ മണിപ്പൂർ there lived a നിങ്തോ ആൻഡ് എ ലീമ. They were loved dearly by the people. വളരെ കാലം മുന്നേ, അതായത് നമ്മൾ കഥ പറയുമ്പോൾ എപ്പോഴെങ്കിലും പറയുന്നത് ഇങ്ങനെ പണ്ട് ഒരിടത്തൊരിടത്ത് അങ്ങനെയല്ലേ, അതുപോലെ തന്നെ കാംഗ്ലിപാക് എന്ന് പറയുന്ന മണിപ്പൂരിലെ ഒരു സ്ഥലത്ത് ഒരു കിങ്ങും ക്യൂനും ഉണ്ടായിരുന്നു. അവരെ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കിയേ, ഇന്ത്യയിൽ തന്നെയുള്ള സ്ഥലമാണ് മണിപ്പൂർ. ഇതേ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ലാംഗ്വേജാണ് എന്ത്? മണിപ്പൂരി എന്ന് പറയുന്നത്. അപ്പോൾ ആ മണിപ്പൂരിലാണ് കിങ്ങിനെ നിങ്തോ എന്നും ക്യൂനിനെ ലീമ എന്നും വിളിക്കുന്നത്. The നിങ്തോ ആൻഡ് ലീമ on their part never stop thinking about their മീയം. മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ, അല്ലെങ്കിൽ കിങ്ഡം, ആ രാജ്യത്തെ ആളുകൾ. എപ്പോഴും രാജാവിനും രാജ്ഞിക്കും അവിടുത്തെ ആളുകളല്ലേ അവരുടെ രാജ്യത്തെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. അവർ മീം ഷുഡ് ബി ഹാപ്പി ദേ സെഡ്. അവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? അവരുടെ രാജ്യത്തെ ആൾക്കാർ എപ്പോഴും സന്തോഷവന്മാരും സന്തോഷവതികളും ആയിരിക്കണം. ദ പീപ്പിൾ വെർ നോട്ട് the only one who loved their നിങ്തോ and ലീമ. The birds and the animals too loved them. The നിങ്തോ and ലീമ always said everybody in Kanglipak should live in peace. Not only the people but the birds, animals and trees. ഇനി ആൾക്കാർക്കെല്ലാം ഇഷ്ടമെന്ന് മാത്രമല്ല ഈ രാജാവിനെ രാജ്ഞിയും അവിടെയുള്ള ആനിമൽസിനും ബേർഡ്സിനും എല്ലാത്തിനും വളരെ ഇഷ്ടമായിരുന്നു ഇവരെ. എന്താ കാര്യം എന്നറിയാമോ? അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ആൾക്കാർ മാത്രം സുഖമായിട്ട് ജീവിക്കണം എന്നല്ല, അവിടെ ആൾക്കാരെല്ലാം സമാധാനമായിട്ട് ജീവിക്കുക, ഒപ്പം തന്നെ അവിടെയുള്ള ബേർഡ്സും ആനിമൽസും എല്ലാം വളരെയധികം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. The loud king and queen had 3 sons, സനജോബ, സനയൈമ ആൻഡ് സനതോംബ. നോക്കിയേ, അവർക്ക് 3 ആൺകുട്ടികളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവരുടെ പേര്? സനജോബ, സനൈമ ആൻഡ് സനതോംബ. ഇങ്ങനെയായിരുന്നു 3 ആൺകുട്ടികളുടെ പേര്. 12 years later a daughter was born. അവർക്ക് 12 വർഷത്തിന് ശേഷം ഒരു പെൺകുട്ടിയും ഉണ്ടായി. ഷി വാസ് നെയ്ഡ് സനതോംബി. അവളുടെ പേരെന്തായിരുന്നു? സനതോംബി എന്നായിരുന്നു. ഷി വാസ് എ ലവ്ലി ചൈൽഡ്, സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇൻസൈഡ്. ഷി വാസ് ലവ്ഡ് ബൈ വൺ ആൻഡ് ഓൾ. നോക്കിയേ, ആ പെൺകുട്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ലൊരു കുഞ്ഞായിരുന്നു. നോക്കിയേ, സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇൻസൈഡ്. ഇൻസൈഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉള്ളിൽ അവൾ വളരെ സുന്ദരി എന്ന് പറഞ്ഞാൽ നല്ല കുട്ടിയായിരുന്നു. അവൾക്ക് എല്ലാ ആൾക്കാരോടും വളരെയധികം സ്നേഹവും മമതയും ഒക്കെയുള്ള ഉള്ളുകൊണ്ട് തന്നെ, നമുക്ക് പുറമേ ഉള്ള സൗന്ദര്യമല്ല, അവൾ ഉള്ളിലേ നല്ല സൗന്ദര്യമുള്ള ആളാണ്, നന്മ നിറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. The years went by and the children grew up well, and then one day the നിങ്തോ called all his ministers and said, "It is now time to decide തുങ്കി നിങ്തോ, the future king." വർഷങ്ങളിങ്ങനെ കടന്നുപോയപ്പോൾ ഒരു ദിവസം രാജാവ് മന്ത്രിമാരെയെല്ലാം വിളിച്ചിട്ട് പറയാണ്, ഇനി നമുക്ക് തുങ്കി നിങ്തോയെ നിന്ന് കണ്ടുപിടിക്കും. എന്താ തുങ്കി നിങ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭാവി രാജാവ്, അതായത് ഈ രാജാവിൻ്റെ മരണശേഷം ആ രാജ്യം ഭരിക്കുന്ന രാജാവ്, അങ്ങനെ ഒരാളെ കണ്ടെത്തണം. ദ മിനിസ്റ്റേഴ്സ് were shocked. But oh നിങ്തോ, what is there to decide? സനജോബ, യുവർ എൽഡസ്റ്റ് സൺ, വിൽ ബി അവർ ഫ്യൂച്ചർ കിങ്. ഇത്രയും നാളും എങ്ങനെയായിരുന്നു?
ആ ഒരു രാജാവുണ്ടെങ്കിൽ ആ രാജാവിൻ്റെ മൂത്ത മകനെയായിരുന്നു ഭാവി രാജാവായിട്ട് കാണുന്നത്. അപ്പം മിനിസ്റ്റേഴ്സ് പറയണം മൂത്ത മകൻ സനജോബ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ നമുക്ക് രാജാവാക്കാം. വെൽ, ദ നിങ്തു റിപ്ലൈഡ്, ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഓൾഡ് ഡേയ്സ്. ദി എൽഡസ്റ്റ് സൺ always become a king, but time has changed, so let us select a king who is most worthy of becoming a king. രാജാവ് പറഞ്ഞു പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് മൂത്ത പുത്രന്മാർക്കായിരുന്നു രാജാധികാരം. പക്ഷേ ഇപ്പോൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇനിയിപ്പോൾ എൻ്റെ രാജ്യം ഭരിക്കേണ്ടത് ഏറ്റവും നല്ലവനായ, രാജ്യത്തിന് അല്ലെ അവിടെയുള്ള ആൾക്കാർക്ക് ഉപകാരിയായ ഒരാളായിരിക്കണം രാജാവ്. We will have a contest to select the future king, the Lima said. And so, in the land of Kanglipak, there was a contest, a horse race. അങ്ങനെ രാജ്ഞി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കൊരു മത്സരം വെക്കാം, ഒരു കണ്ടസ്റ്റ് വെക്കാം. അങ്ങനെ ഒരു മത്സരം വെച്ച് കഴിഞ്ഞാൽ എന്ത് മത്സരം വെച്ച് അവർ കുതിര ഓട്ട മത്സരമാണ് വെച്ചത്. ഹൂ എവർ റീച്ച്ഡ് ദ ഖോങ്നങ് ദ ബെനിയൻ ട്രീ. ഖോങ്നങ് എന്ന് പറയുന്നത് ബെനിയൻ ട്രീക്ക് കേട്ടോ, മണിപ്പൂരി ലാംഗ്വേജിൽ. ഫസ്റ്റ് വുഡ് ബി ഡിക്ലെയർ തുങ്കി നിങ്കു. അപ്പോൾ ആദ്യം ഈ ബെനിയൻ ട്രീയുടെ അടുത്ത് ഹോഴ്സ് റേസ്, അതായത് കുതിരയെ ഓടിച്ചുകൊണ്ട് വരുന്ന ആളാണ് അടുത്ത ഫ്യൂച്ചർ കിങ് എന്ന് അവർ ഡിസൈഡ് ചെയ്തു. ബട്ട് ദെൻ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ. സനജോബ, സനൈമ ആൻഡ് സനതോംബ, ഓൾ ത്രീ ഓഫ് ദം ഫിനിഷ്ഡ് ദ റേസ് ടുഗദർ. പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയാമോ, ഇവർ 3 പേര് ഹോഴ്സ് റേസിൽ നല്ല മിടുക്കരായിരുന്നു. അതുകൊണ്ട് തന്നെ 3 പേരും ഒരുപോലാണ് ഫിനിഷ് ചെയ്തത്. They were expert riders and 3 matched the finishing line the same time. There was a great excitement. ഇത് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. എന്താ, 3 രാജകുമാരന്മാരും ഭയങ്കര മിടുക്കന്മാർ. ലുക്ക് അറ്റ് ദം, ദ പീപ്പിൾ ഷൗട്ടഡ്, ഷാഗോൾ തുമ്പ നൂപ്പ, സച്ച് എ ഫൈൻ ഹോഴ്സ്മാൻ. എന്താണ് പിന്നെ ഷാഗോൾ തുമ്പ നൂപ്പ എന്ന് പറഞ്ഞാൽ എത്ര വലിയ കുതിര ഓട്ടക്കാരാണ് ഇവർ, ഇത്ര ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള കുതിര ഓട്ടക്കാരാണ്. അതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ബട്ട് വൺ ക്വസ്റ്റ്യൻ റിമെയിൻ, ഹൂ വിൽ ബി ദ തുങ്കി നോങ്. പക്ഷേ ഇവരെല്ലാം നല്ല കുതിര ഓട്ടക്കാരാണ്, പക്ഷേ എന്താണ്, ആരായിരിക്കും ഫ്യൂച്ചർ കിങ്? ദ നിങ്തു ആൻഡ് ദ ലീമ ടേൺ ടു ദെയർ സൺസ്. ദ നിങ്തു സെഡ്, സനജോബ, സനൈമ ആൻഡ് സനതോംബ, യു ഹാവ് പ്രൂവ്ഡ് ദാറ്റ് യു ആർ ദ ഫൈൻ ഹോഴ്സ്മാൻ. ഡു സംതിങ് different each one of you so that we can decide who will be തുങ്കി നിന്തു. ഇനി അടുത്തത്, നിങ്ങൾ രാജാവ് മക്കളെ 3 പേരെ അടുത്തെടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ നല്ല കുതിരയെ ഓടിച്ച് നല്ലൊരു ഹോഴ്സ് റേസ് നടത്തി നിങ്ങൾ മിടുക്കന്മാരാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണമല്ലോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം, ഡിഫറെൻ്റായിട്ടൊരു കാര്യം നിങ്ങൾ ചെയ്തെങ്കിൽ ആ ആളിനെ ഞങ്ങൾ എന്താക്കും, തുങ്കി നിന്തു ആയി പ്രഖ്യാപിക്കും. സഡൻലി സനജോബ മൗണ്ടഡ് ഹിസ് ഹോഴ്സ് ആൻഡ് ഹെൽഡ് ഹിസ് സ്പിയർ സ്ട്രേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഇത് കേട്ടപാടെ സനജോബ ചാടി അവൻ്റെ ഹോഴ്സിൻ്റെ മുകളിലേക്ക്, മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ കയറി എന്നാണ് കേട്ടോ, ഹോഴ്സിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവൻ്റെ സ്പിയർ എന്ന് പറഞ്ഞാൽ കുന്തം, അതായത് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ടൂള്, ആനിമൽസിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, കുന്തം എന്ന് പറയും, സ്പിയർ. ആ സ്പിയർ നേരെ പിടിച്ചു. ഹീ ലുക്ക്ഡ് അറൗണ്ട്, ദെയർ വാസ് എ ഹഷ് എമംഗ് പീപ്പിൾ. ഹഷ് എന്ന് പറഞ്ഞാൽ സൈലൻസ്. അപ്പോൾ ഇവൻ ചാടി കുതിരപ്പുറത്ത് കയറി കുന്തമൊക്കെ എടുത്ത് നേരെ പിടിച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ നിശബ്ദരായിട്ട് ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാട്ട് സനജോബ ദ എൽഡസ്റ്റ് ഗോയിങ് ടു ഡു, ദേ തോട്ട് ടു ദംസെൽസ്. എന്താ ഇവൻ ചെയ്യാൻ പോകുന്നത്, ഈ മൂത്ത കുട്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ പരസ്പരം ചോദിച്ചു. സനജോബ then looked at the huge ഹോങ്നങ് സ്റ്റാൻഡിങ് മജസ്റ്റിക്കലി ഇൻ എ ഡിസ്റ്റൻസ്. അപ്പോൾ അവൻ നോക്കിയപ്പോൾ ഇച്ചിരി ദൂരത്തിലായിട്ട്, കുറച്ച് ദൂരത്തായിട്ട് നമ്മുടെ ബെനിയൻ ട്രീ നല്ല രാജകീയ പ്രൗഢിയോടെ നിൽക്കുന്നു. മജസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ നല്ല രാജകീയ, എന്ന് വെച്ചാൽ വലിയൊരു മരമാണത് കേട്ടോ. ഹീ പിയേഴ്സ്ഡ് ദ ട്രീ ആൻഡ് ജംപ്ഡ് ഹിസ് ഹോഴ്സ് റൈറ്റ് ത്രൂ ഇറ്റ്. ഇവൻ എന്ത് ചെയ്ത, കുന്തം കൊണ്ട് ആ ചാടിച്ചെന്ന് ആ ബെനിയൻ ട്രീ കിഴിച്ചിട്ട് അതിനകത്തിലൂടെ കുതിരയുമായിട്ട് അവൻ വെളിയിൽ വന്നു. ബ്രാവു ബ്രാവു ദ പീപ്പിൾ ഷൗട്ടഡ്. ഇത് കണ്ടിട്ട് ആൾക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സൗണ്ട് ഉണ്ടാക്കിയാണ്. തൗറു തൗറു ആൻഡ് ദേ ഫെൽ സൈലൻറ്റ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ആർപ്പ് വിളിച്ചു അവരുടെ രാജകുമാരൻ ഇത്ര വലിയൊരു ധീരകൃത്യം
ചെയ്ത്. അവർ പെട്ടെന്ന് സൈലൻ്റ് ആയി. എന്താ അടുത്ത ആൾ വരും അല്ലേ. നൗ ഇറ്റ് വാസ് എ ടേൺ ഓഫ് സെക്കൻഡ് മൻ സനയിമ ആൻഡ് വാട്ട് വുഡ് ബി ഹി ഡു. ഇനി അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. സനയിമ ടു ലുക്ക്ഡ് അറ്റ് ദ ഖോങ്നാഗ് എന്ന് പറഞ്ഞാൽ ബനിയൻ ട്രീ ആണ് കേട്ടോ. ആസ് ഹി മൗണ്ടഡ് ഹിസ് ഹോഴ്സ് then he too rode towards the tree harder and harder. The people watched in silence, afraid even to breathe. എന്തു ചെയ്തു? ഈ രണ്ടാമത്തെ മകനും കുതിരപ്പുറത്ത് കയറിയിട്ട് ആ ബനിയൻ ട്രീയുടെ അടുത്തേക്ക് പാഞ്ഞു പോവുകയാണ്. ആൾക്കാരൊക്കെ ശ്വാസം അടക്കി പിടിച്ച് നോക്കുകയാണ്. വെൻ ഹി വാസ് റിയലി ക്ലോസ് ഹി ഓർഡർഡ് ഹിസ് ഹോഴ്സ് ടു ജംപ്. അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ എന്ത് ആജ്ഞാപിച്ചോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ രാജാവല്ലേ, അപ്പം രാജാവ് കുതിരയോട് പറഞ്ഞു ഇതിന് മുകളിലൂടെ ചാടാൻ. ഏതിന് മുകളിലൂടെ? ബനിയൻ ട്രീയുടെ മുകളിലൂടെ. ഹയർ ആൻഡ് ഹയർ ദ ഹോഴ്സ് റോസ് ആൻഡ് ദ ഹോഴ്സ് റൈഡർ ജംപ്ഡ് ക്ലിയർ ഓവർ ദ ഹ്യൂജ് ട്രീ ആൻഡ് ലാൻഡഡ് ദ അതർ സൈഡ് ഇൻ വണ്ടർഫുൾ മോഷൻ. ആ കുതിര ആ ട്രീയുടെ മുകളിലൂടെ ചാടി അപ്പുറത്ത് എത്തി. ആരെയും കൊണ്ട്? ഈ രണ്ടാമത്തെ മകനായ സനയിമയും കൊണ്ട്. The people breathed relief and said unison, "Faje, Faje, wonderful, wonderful." യൂണിസൺ എന്ന് പറഞ്ഞാൽ സൈമിൾട്ടേനിയസ്ലി എന്നാണ് കേട്ടോ. ഒരുപോലെ അവരെല്ലാവരും എന്തോ ചെയ്തു? ഫാജെ ഫാജെ, വണ്ടർഫുൾ വണ്ടർഫുൾ, എത്ര മനോഹരമായിട്ട് അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആൻഡ് നൗ ഇറ്റ് വാസ് എ ടേൺ ഓഫ് യങ്ങസ്റ്റ് സൺ Sanatomba. He too rode his horse towards the Khongnag, and then before anybody knew what he was happening, uprooted it. Triumphantly he carried the tree to the Ningto and Lima and laid to their feet. ഇനി എന്താ പറയുന്നത്? മൂന്നാമത്തെ ആൾ ചെന്നു. മൂന്നാമത്തെ ആൾ എന്താ ചെയ്തത്? അവൻ വേറൊന്നും ചെയ്തില്ല. നേരെ അവിടെ ചെന്നിട്ട് ഈ ബനിയൻ ട്രീ അപ്രൂട്ട് ചെയ്താൽ പിഴുതെടുത്തുകൊണ്ട് വന്ന് അച്ഛൻ്റെ അമ്മയുടെയും കാലിൻ്റെ അടുത്ത് വെച്ചു. ആൻഡ് ട്രൈഫൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹാപ്പിലി, സന്തോഷത്തോടെ. ആൻഡ് ഷൗട്ട്സ് ഓഫ് തൗറു തൗറു ഫജെ ഫജെ ഫിൽ ദ മൗണ്ടൻസ്. ഭയങ്കരമായിട്ട് ഇവിടെ ആൾക്കാർ ആർപ്പ് വിളിക്കുകയാണ്. ദ പീപ്പിൾ ഗ്രൂ റെസ്റ്റ്ലെസ്. വൈ വെർ നിങ്തു ആൻഡ് ലീമ ടേക്കിംഗ് സോ ലോങ് ടു മേക്ക് അനൗൺസ്മെൻറ്റ്. ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുക, ആരാണ് ഭാവി രാജാവെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ രാജാവിൻ്റെ ആജ്ഞ അനൗൺസ് ചെയ്യാത്തത്? ദേ ക്രെയിൻ ദെയർ നെക്ക് ടു സീ വാട്ട് വാസ് ഹാപ്പനിങ്. ക്രെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്തിക്കുത്തി നോക്കത്തില്ലേ ആൾക്കാർ, വലിയ ആൾക്കൂട്ടമല്ലേ. അപ്പം എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ അവരിങ്ങനെ എല്ലാവരും എത്തി നോക്കണേ. ദെൻ നിങ്തു ആൻഡ് ലീമ വാസ് വാച്ചിങ് Sanatombi, their 5-year-old daughter. She looked sad and lonely. She stared at the Khongnag which lay dead by the throne. Birds flapped worriedly around, searching for their home in the tree. രാജാവും രാജ്യം നോക്കിയപ്പോൾ നമ്മുടെ ഏറ്റവും ഇളയ മകളുണ്ടല്ലോ സനതോമ്പി, അവൾ വളരെ സങ്കടപ്പെട്ട് ഒറ്റയ്ക്കിരിക്കുന്നു. എന്താ കാര്യം അവൾ നോക്കിയത്? ആ ബനിയൻ ട്രീ അത് കൊട്ടാരത്തിൻ്റെ ത്രോണിനടുത്ത് കൊണ്ടുവന്നിട്ടേക്ക്. കാര്യം അത് ഡെഡായി അല്ലേ, ആ മരമില്ലാതെ. ബേർഡ്സൊക്കെ എന്ത് ചെയ്യുകയാണ്? ചുറ്റും പറന്ന് നടക്കും. എന്താ കാര്യം? അയ്യോ അതുങ്ങളുടെ വീട് കാണുന്നില്ല അല്ലേ. ആ ബനിയൻ ട്രീയിൽ ധാരാളം ബേർഡ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീട് എവിടെയാണെന്ന് അതുങ്ങൾ കാണുന്നില്ല. അവരിങ്ങനെ ഫ്ലാപ്പ് ചെയ്യാണ്. ബേർഡ്സ് ഫ്ലാപ്ഡ് വറൈഡ്ലി അറൗണ്ട് സെർച്ചിങ് ഫോർ ദെയർ ഹോം ഇൻ ദ ട്രീ. സനതോമ്പി വാക്ക്ഡ് അപ്പ് ടു ദ ഖോങ്നാഗ് ആൻഡ് വിസ്പേർഡ്, ദ ഖോങ്നാഗ് ഈസ് ഡെഡ്. ഇറ്റ് വാസ് ഹേർഡ് ബൈ ദ സ്പിയർ ആൻഡ് നൗ ഇറ്റ് ഈസ് ഡെഡ്. നമ്മുടെ കൊച്ചു കുട്ടിയില്ലേ, പെൺകുട്ടി, അവൾ നേരെ സനതോമ്പി, അവൾ നേരെ ഈ ബനിയൻ ട്രീയുടെ അടുത്ത് നിന്നിട്ട് പറയും, അയ്യോ ഇത് ഡെഡായി പോയല്ലോ, കുന്തം കൊണ്ട് മുറിഞ്ഞായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഡെഡായിപ്പോയി. ദ പീപ്പിൾ വെയർ ഓൾ അറ്റൻഷൻ. ദ നിങ്തോ സ്റ്റുഡ് അപ്പ് and he looked at the 3 boys. He looked at the little girl. He turned to the people. If anybody is worthy for becoming the ruler, he said, it is little Sanatombi. It was she who told us to took the soul of Khongnag. Sanatombi feels. ഇനി എന്താ പറഞ്ഞേ? ഇപ്പോൾ രാജാവ് പറയണ കണ്ടോ, ഇതിൽ ഒരു രാജാവാകാനുള്ള അല്ലേ ഒരു ഭരണാധികാരിയാകാനുള്ള ഗുണമാണ് ഇപ്പം നമുക്ക് സനതോമ്പിക്ക് കാണാൻ പറ്റുന്നത്. എന്താ കാര്യം? അവൾക്ക് പക്ഷികളോട് വരെ നല്ല മനസ്സാണ്. ആ ട്രീ ഇല്ലാതായി, ഇത് ഡെഡായി, അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു. അപ്പം അങ്ങനെയുള്ള ആളാണ് ആരാണ്ടേ റൂളറാണ്ടേ. സനതോമ്പി ഫീൽസ്
the pain of others. She feels the pain of the people, the animals, birds and trees. അവൾക്കിപ്പോൾ എല്ലാവരുടെ ഈ എല്ലാ മരത്തിൻ്റെയും ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ വിഷമം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ ഡിക്ലെയർ സനതോംബി ദ ഫ്യൂച്ചർ ലീമ ഓഫ് ദ കാംഗ്ലിപാക്ക്. അങ്ങനെ രാജാവ് ഡിക്ലെയർ ചെയ്യുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. എന്ത്? ഇനിയത്തെ ക്യൂൻ ആരാണ്? സനതോംബി. നമ്മുടെ ഫ്യൂച്ചർ റൂളർ ആരാണ്? സനതോംബിയാണ്. എന്താ കാര്യം? ആ സനതോംബിക്ക് എല്ലാവരുടെയും ഫീലിങ്സ് മനസ്സിലാവുന്നു. Then Ingdo said, the silent fell. Everyone turned to look at the little girl, the future queen. There she stood, all of 5, like a small kongnag, with birds flying all around her. They sat her shoulders and on her head. She held her hands full of grains, and the birds flapped about her, pecking the food. അവൾ എന്താ ചെയ്ത്? കൈ നീട്ടി പിടിച്ച് എന്ത് ചെയ്തു? ഒരു ബനിയൻ ട്രീയുടെ കൂടെ നിന്നു. എന്നിട്ട് അവിടെ കയ്യിലെല്ലാം എന്തുണ്ട്? ഗ്രെയിൻസ്, ധാന്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ധാന്യങ്ങളെല്ലാം കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് ബേഡ്സ് വന്ന് കൊത്തി തിന്നുകയും അവിടെ ദേഹത്തും ഷോൾഡേഴ്സിലും ഒക്കെ തലയിലും ഒക്കെ ആ ബേഡ്സ് വന്നിരിക്കുകയാണ്. എ ലീമ ഈസ് വൺ ഹൂ ഡസൻ ഹഡ് എനി വൺ ഇൻ ദ കിങ്ഡം. രാജ്യത്ത് ആരെയും ഉപദ്രവിക്കാത്ത ആളാണ് റൂളർ ആവേണ്ടത്. അതായിരുന്നു ഒരു റൂളറിൻ്റെ ക്വാളിറ്റി. ഈ സ്റ്റോറി ചെയ്തത് ഇന്ദിരാ മുഖർജി എന്ന് പറയുന്ന ആളാണ് കേട്ടോ. കണ്ടോ, അവളൊരു ബനിയൻ ട്രീയോട് നിൽക്കുകയാണ്. ബേർഡ്സൊക്കെ ഇതായിട്ടാണ് അവിടെ അടുത്ത് വരുന്നതെന്ന് നോക്കിയേ. കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട്. പീസ്, ശാന്തത. വർത്തി, ഡിസേർവിങ് ഓഫ്. അത് എന്താ പറയുന്നത്? ഡിസേർവ് ചെയ്യുന്നത് അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. കണ്ടസ്റ്റ്, കോമ്പറ്റീഷൻ. സ്പിയർ, ഹണ്ടേഴ്സ് വെപ്പൺ, വേട്ടക്കാരുടെ ആയുധം എന്നാണ് അർത്ഥം, അതായത് കുന്തം. ട്രയംഫലി, വിക്ടോറിയസ്ലി, വളരെ വിജയത്തോടെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെയിം ദ പ്ലേസ് ഇൻ മണിപ്പൂർ വേർ ദ നിങ്തോ ആൻഡ് ലീമ റൂൾ. നിങ്തോയും ലീമയും റൂൾ ചെയ്ത സ്ഥലത്തിൻ്റെ പേരെന്താണ്? കാംഗ്ലിപാക്ക്. വൈ ഡിഡ് ദ പീപ്പിൾ ഓഫ് കാംഗ്ലിപാക്ക് ലവ് ദെയർ കിങ് ആൻഡ് ക്യൂൻ. ആ കിങ്ങിനെയും ക്യൂനെ അവിടുത്തെ ആൾക്കാർ എന്താ ഇഷ്ടപ്പെട്ടത്? ബിക്കോസ് ദേ ലവ്ഡ് ദം വെരി മച്ച് ആൻഡ് ഓൾവേസ് വാണ്ടഡ് ടു സീ ദം ഹാപ്പി. ആൾക്കാരെ വളരെ ഇഷ്ടമായിരുന്നു ആ കിങ്ങിനും ക്യൂനും. ഒപ്പം തന്നെ അവരുടെ രാജ്യത്തെ ആൾക്കാരെല്ലാം സന്തോഷമായി ജീവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. വൈ ഡിഡ് ദ നിങ്തോ വാണ്ട് ടു ചൂസ് എ ഫ്യൂച്ചർ കിങ്. ഒരു ഭാവി രാജാവിനെ എന്തിനായിരുന്നു അവർ ആഗ്രഹിച്ചത്? ദ നിങ്തോ വാണ്ടഡ് ടു ചൂസ് എ ഫ്യൂച്ചർ കിങ് ബിക്കോസ് ഹീ ഗ്രോ ഓൾഡ്. അദ്ദേഹം പ്രായമായി വരികയായിരുന്നു. അപ്പോൾ ഒരു ഫ്യൂച്ചർ കിങ് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഹൗ ഡിഡ് ദ കിങ് വാണ്ട് ടു സെലക്ട് ദെയർ ഫ്യൂച്ചർ കിങ്. എങ്ങനെയാണ് ഫ്യൂച്ചർ കിങ്ങിനെ അവർ സെലക്ട് ചെയ്തത്? ബൈ ഹോൾഡിങ് എ കോണ്ടസ്റ്റ്, ഒരു കോമ്പറ്റീഷൻ നടത്തിയിട്ട്. ഹി വാണ്ടഡ് ടു സീ ഹൂ ആർ വർത്തി ഓഫ് ബിക്കമിങ് എ ഗുഡ് റൂളർ. നല്ലൊരു ഭരണാധികാരി ആരാണ് എന്ന് അദ്ദേഹത്തിന് അറിയണമായിരുന്നു. വാട്ട് കൈൻഡ് ഓഫ് ചൈൽഡ് വാസ് സനതോംബി. സനതോംബി എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? ഷി വാസ് ലവ്ലി ചൈൽഡ്, സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇൻസൈഡ്. ഹാവ് യു എവർ സീൻ ആൻ ആനിമൽ ഓർ എ ബേർഡ് ഇൻ പെയിൻ? വാട്ട് ഡിഡ് യു ഡു. അതായത് ഒരു ബേർഡോ ആനിമലോ വേദന കൊണ്ട് പുളയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? വൺസ് ഐ സോ എ സ്ട്രേ ഡോഗ്. സ്ട്രേ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെരുവ് പട്ടി, തെരുവിലൂടെ പോകുന്ന നായല്ലേ, തെരുവ് നായ. അത് ഒരു കാർ ഇടിച്ച് കിടക്കുന്നുണ്ടോ. ബോത്ത് ഹിസ് ലെഗ്സ് ഗോട്ട് ബ്രൂയിസ്ഡ്. അവൻ്റെ കാലുകൾ എന്ത് പറ്റി? അല്ലാതെ മുറിഞ്ഞു. കാർ ഡ്രൈവർ ഒന്നും ശ്രദ്ധിക്കാതെ പോയി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ ഡോഗിനെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ വരാന്തയ്ക്ക് വെച്ചിട്ട് അതിന് ഫസ്റ്റ് എയ്ഡ് മരുന്നൊക്കെ വെച്ച് കയറ്റി. ഓൺലി ആഫ്റ്റർ ദെൻ ഹി സ്റ്റോപ്പ് ക്രൈങ്. അതിനുശേഷമാണ് അവൻ കരച്ചിൽ നിർത്തിയത്. നമ്മുടെ ഈ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.